ഹലോ സ്റ്റുഡൻസ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പെന്റഗണൽ പ്രിസത്തിന്റെ ഐസോമെട്രിക് വ്യൂ എങ്ങനെ വരയ്ക്കാമെന്നുള്ളതാണ്. അപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ പറയാം. ഈ ക്വസ്റ്റ്യൻ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെയാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടതെന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അതിനു മുമ്പായി കഴിഞ്ഞ വീഡിയോയിൽ, ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ, എങ്ങനെയാണ് ഏതൊരു സിമ്പിൾ സോൾഡിന്റെയും ഐസോമെട്രിക് വ്യൂ അല്ലെങ്കിൽ ഐസോമെട്രിക് പ്രൊജക്ഷൻ വരയ്ക്കേണ്ട സ്റ്റെപ്പുകൾ എന്നുള്ളത് പറഞ്ഞു തന്നിരുന്നു. ആ സ്റ്റെപ്പുകൾ അല്ലെങ്കിൽ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കാണുക. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അത് നിങ്ങൾ കണ്ടതിന് ശേഷം ആ 4 സ്റ്റെപ്പുകൾ എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കുക. ആ 4 സ്റ്റെപ്പുകൾ ഉപയോഗിച്ച് എങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യേണ്ടതെന്നുള്ളത് ആണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ആ 4 സ്റ്റെപ്പുകൾ ഒന്നോടെയും പറയുകയാണ്. സ്റ്റെപ്പ് നമ്പർ 1 എന്ന് പറയുന്നത് ഡ്രോ ദി സിമ്പിൾ പൊസിഷൻ ഓഫ് ദ ഗിവൺ സോളിഡ്. സ്റ്റെപ്പ് നമ്പർ 2 എന്ന് പറയുന്നത് ഡ്രോ ദി സിമ്പിൾ പൊസിഷൻ ഓഫ് ദ ബോക്സ്. സ്റ്റെപ്പ് നമ്പർ 3 എന്ന് പറയുന്നത് ഡ്രോ ദി ഐസോമെട്രിക് വ്യൂ ഓഫ് ദ ബോക്സ്. സ്റ്റെപ്പ് നമ്പർ 4 എന്ന് പറയുന്നത് ഡ്രോ ദി ഐസോമെട്രിക് വ്യൂ ഓഫ് ദ ഗിവൺ സോളിഡ്. ഐസോമെട്രിക് വ്യൂ ആണെങ്കിൽ ഐസോമെട്രിക് വ്യൂ എന്നും ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണ് വരയ്ക്കുന്നതെങ്കിൽ സ്റ്റെപ്പ് നമ്പർ 3 ആൻഡ് സ്റ്റെപ്പ് നമ്പർ 4ൽ ഐസോമെട്രിക് പ്രൊജക്ഷൻ എന്നുമാണ് ആ സ്റ്റെപ്പിൽ വരുന്ന ചെറിയ ചേഞ്ച്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പെന്റഗണൽ പ്രിസത്തിന്റെ ഐസോമെട്രിക് വ്യൂ ആയതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലമാണ് നമ്മളിത് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: എ പെന്റഗണൽ പ്രിസം ഓഫ് ബേസ് എഡ്ജ് 30 millimeter ആൻഡ് ഹൈറ്റ് 60 millimeter ഈസ് റെസ്റ്റിംഗ് ഓൺ ഇറ്റ്സ് ബേസ് ഓൺ HP. One of its base edge is parallel to VP. Draw the isometric view of the pentagonal prism. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിയാലും നമ്മൾ ഈ 4 സ്റ്റെപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് അതിന്റെ ഐസോമെട്രിക് വ്യൂ വരയ്ക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പെന്റഗണൽ പ്രിസത്തിന്റെ അല്ലെങ്കിൽ ഗിവൺ സോളിഡിന്റെ സിമ്പിൾ പൊസിഷൻ വരയ്ക്കുക എന്നുള്ളതാണ്. സോ സിമ്പിൾ പൊസിഷൻ വരയ്ക്കാൻ ആവശ്യമായ 4 ഡേറ്റാസ് നമ്മൾ സെക്കൻഡ് മോഡ്യൂളിൽ പഠിച്ചിട്ടുണ്ട്. എന്തെല്ലാമാണ് ഡേറ്റാസ് എന്ന് പറയുന്നത്? ഏതാണ് സോളിഡ്, എന്താണ് ഡയമെൻഷൻ, സോളിഡ് റെസ്റ്റ് ചെയ്യുന്നത് അതിന്റെ ബേസിൽ HP-യിലാണോ VP-യിലാണോ, നാലാമത് അങ്ങനെ സോളിഡ് റെസ്റ്റ് ചെയ്യുമ്പോൾ സോളിഡിന്റെ ഒരു ബേസ് എഡ്ജ് എങ്ങനെയാണ് ഇരിക്കുന്നത്, അതായത് വൺ ഓഫ് ദ ബേസ് എഡ്ജ് പാരലൽ ടു VP ആണോ, വൺ ഓഫ് ദ ബേസ് എഡ്ജ് പെർപെൻഡിക്കുലർ ടു VP ആണോ, അല്ലെങ്കിൽ ഏതെങ്കിലും 2 ബേസ് എഡ്ജുകൾ വെർട്ടിക്കൽ പ്ലെയിനോട് ഈക്വലി ഇൻക്ലൈൻഡ് ആണോ. മെജോറിറ്റി പ്രോബ്ലംസും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് സോളിഡ് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ റെസ്റ്റ് ചെയ്യുന്ന കേസിലാണ്. അപ്പോൾ സോളിഡ് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ റെസ്റ്റ് ചെയ്യുമ്പോൾ 2 രീതിയിലാണ് ഒരു സോളിഡിന് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഇരിക്കാൻ സാധിക്കുക. ഒന്ന് അതിന്റെ ബേസിലും, 2 അതിന്റെ ഫേസിലും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ വായിച്ച് സോളിഡിന്റെ സിമ്പിൾ പൊസിഷൻ വരയ്ക്കാൻ ആവശ്യമായ 4 ഡേറ്റാസിനെ ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പെന്റഗണൽ പ്രിസമാണ് സോളിഡ്. രണ്ടാമത് അതിന്റെ ഡയമെൻഷൻ അറിയണം. ഡയമെൻഷൻ എന്ന് പറയുന്നത് 30 mm ബേസ് എഡ്ജും 60 mm ഹൈറ്റുമാണ്. മൂന്നാമത് അറിയേണ്ടത് സോളിഡ് റെസ്റ്റ് ചെയ്യുന്നത് HP-യിലാണോ VP-യിലാണോ. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഇറ്റ് ഈസ് റെസ്റ്റിംഗ് ഓൺ ഇറ്റ്സ് ബേസ് ഓൺ HP. ബേസിൽ അത് HP-യിൽ ഇരിക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ സോളിഡ് റെസ്റ്റ് ചെയ്യുന്ന HP-യിലാണ്, അത് അതിന്റെ ബേസിലാണ്, ഫേസിലല്ല. ബേസിലാണോ ഫേസിലാണോ എന്നാണ് നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ടത്. നാലാമത് അറിയേണ്ടത് അങ്ങനെ ബേസിൽ ഇരിക്കുന്ന ഈ ഗിവൺ സോളിഡിന്റെ ഒരു ബേസ് എഡ്ജ് വെർട്ടിക്കൽ പ്ലെയിനോട് പാരലാണോ പെർപെൻഡിക്കുലറിലാണോ എന്ന് ചെക്ക് ചെയ്യാം. സോ ഇവിടെ പറഞ്ഞിട്ടുണ്ട് വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജ് ഈസ് പാരലൽ ടു VP. ഓക്കെ, ഈ 4 ഡേറ്റാസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സിമ്പിൾ പൊസിഷൻ വരയ്ക്കാം. ഓൾറെഡി നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ ഇത് വ്യക്തമായിട്ട് സോൾവ് ചെയ്തിട്ടുള്ളതാണ്. ഏതൊരു സോളിഡിന്റെ സിമ്പിൾ പൊസിഷൻ വരയ്ക്കാൻ ഈ 4 ഡേറ്റാസ് ഉപയോഗിച്ച് എങ്ങനെ സാധിക്കുമെന്നുള്ളത്. സോ നമുക്ക് സിമ്പിൾ പൊസിഷൻ അത് വരയ്ക്കാവുന്നതാണ്. അപ്പൊ അതിനു മുമ്പായിട്ട് ഞാൻ ഇതിന്റെ ഒരു ഡെമോ കാണിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഒരു പെന്റഗണൽ പ്രിസത്തെ ഞാൻ ഒരു ബോക്സിന്റെ അകത്ത് ഇറക്കി വെച്ചിരിക്കുന്ന പോലെയാണ്, അല്ലെ? ഇങ്ങനെ ഏതൊരു സോളിഡിന്റെ ആണോ ഐസോമെട്രിക് വ്യൂ അല്ലെങ്കിൽ ഐസോമെട്രിക് പ്രൊജക്ഷൻ വരയ്ക്കേണ്ടത്, ആ ഗിവൺ സോളിഡിന് പാകമാവുന്ന തരത്തിലുള്ള ഒരു ബോക്സ് നമ്മൾ എടുക്കുക. എന്നിട്ട് ആ ബോക്സിന്റെ അകത്തേക്ക് ആ സോളിഡിനെ ഇറക്കി വെക്കുക. എന്നിട്ട് ഈ സോളിഡിനെ ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ ഈ ബോക്സിന്റെ ഐസോമെട്രിക് വ്യൂ വരയ്ക്കാൻ പഠിച്ചവരാണ്. നമുക്ക് ഓൾറെഡി അറിയാം ബോക്സിന്റെ അല്ലാതെ വേറെ ഒരു സോളിഡിന്റെയും ഐസോമെട്രിക് വ്യൂ ഡയറക്റ്റ് വരയ്ക്കാൻ സാധിക്കില്ല. അപ്പോൾ ഈ ബോക്സിനെ നമ്മൾ ഐസോമെട്രിക് വ്യൂ വരയ്ക്കുന്ന രീതിയിൽ വരയ്ക്കാൻ ശ്രമിക്കും. അപ്പോൾ അതിന്റെ അകത്ത് വരുന്ന
പെന്റഗണൽ പ്രിസവും ബോക്സ് ഇൻക്ലൈൻഡ് ആകുന്ന പോലെ, ബോക്സ് ചെരിയുന്നത് പോലെ ആ പെന്റഗണൽ പ്രിസവും ഒപ്പം തന്നെ ചെരിഞ്ഞിട്ടുണ്ടാവും. കാരണം ഈ പെന്റഗണൽ പ്രിസം ഈ ബോക്സിന്റെ അകത്താണ് ഇരിക്കുന്നത് അല്ലെ. സോ അങ്ങനെ ചെരിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എങ്ങനെയാണോ നിങ്ങൾ ഐസോമെട്രിക് വ്യൂ വരയ്ക്കാനായിട്ട് ബോക്സിനെ ചെരിച്ചു പിടിക്കുന്നത്, അതിനോടൊപ്പം തന്നെ അതിനകത്തുള്ള പെന്റഗണൽ പ്രിസവും ഐസോമെട്രിക് പൊസിഷനിലേക്ക് വരികയും ചെയ്യും. ശേഷം നമ്മൾ ഈ ബോക്സ് വരച്ചതിന് ശേഷം അതിന്റെ അകത്ത് ഈ പറയുന്ന പോയിന്റുകളെയൊക്കെ മാർക്ക് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ അതിനകത്തിരിക്കുന്ന പെന്റഗണൽ പ്രിസത്തിന്റെ ഐസോമെട്രിക് വ്യൂ വരയ്ക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ഈ ഫിഗർ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് ബോക്സിന്റെ അകത്ത് ഐസോമെട്രിക് വ്യൂവിൽ ഇരിക്കുന്ന ഈ ബോക്സിന്റെ അകത്ത് ഐസോമെട്രിക് വ്യൂവിലുള്ള പെന്റഗണൽ പ്രിസം നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത് എന്നുള്ളത്. സോ നമുക്ക് എങ്ങനെയാണ് ഈ ആൻസറിലേക്ക് എത്തുക എന്നുള്ളത് നമ്മൾ 4 സ്റ്റെപ്പ് ഉപയോഗിച്ച് നമുക്ക് പറഞ്ഞുതരാം. ഫസ്റ്റ് സ്റ്റെപ്പ്, ഡ്രോ ദി സിമ്പിൾ പൊസിഷൻ ഓഫ് ദ ഗിവൺ സോളിഡ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഇവിടെ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ബോക്സിന്റെ അകത്തിരിക്കുന്ന പെന്റഗണൽ പ്രിസത്തിന്റെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ ആണ്. പക്ഷേ നമുക്കത് ഒറ്റ സ്റ്റെപ്പിൽ വരയ്ക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ 2 സ്റ്റെപ്പായിട്ടാണ് അത് വരയ്ക്കുന്നത്. ആദ്യം വരയ്ക്കുന്നത് ഇതിനകത്തിരിക്കുന്ന പെന്റഗണൽ പ്രിസത്തിന്റെ സിമ്പിൾ പൊസിഷൻ, രണ്ടാമത് ഈ പെന്റഗണൽ പ്രിസത്തിനെ എൻക്ലോസ് ചെയ്തിട്ടുള്ള ബോക്സിന്റെ സിമ്പിൾ പൊസിഷൻ. രണ്ടും കൂടെ വരച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ബോക്സിന്റെ അകത്തിരിക്കുന്ന പെന്റഗണൽ പ്രിസത്തിന്റെ സിമ്പിൾ പൊസിഷൻ കിട്ടും. സോ സ്റ്റെപ്പ് നമ്പർ 1, ഡ്രോ ദി സിമ്പിൾ പൊസിഷൻ ഓഫ് ദ ഗിവൺ സോളിഡ്. അപ്പോൾ നമ്മൾ ആദ്യം വരയ്ക്കാൻ പോകുന്നത് പെന്റഗണയാണ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു സിമ്പിൾ പൊസിഷൻ വരയ്ക്കുമ്പോൾ നമ്മൾ ആദ്യം വരയ്ക്കേണ്ടത് ഏത് സോളിഡ് ആണെങ്കിലും അതിന്റെ ബേസിന്റെ ഷേപ്പാണ്. ബേസിന്റെ ഷേപ്പ് ഏത് വ്യൂവിൽ കാണാൻ സാധിക്കും? എച്ച് പിയിലാണ് ഗിവൺ സോൾഡ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് ബേസിന്റെ ഷേപ്പ് കാണാൻ സാധിക്കുന്നത് ടോപ്പ് വ്യൂവിലാണ്. സോ നിങ്ങൾ ആദ്യം എക്സ് വലയം വരച്ച് എക്സ് വലയന്റെ താഴെയായിരിക്കണം നമ്മൾ പെന്റഗൺ എന്ന ബേസിനെ വരയ്ക്കേണ്ടത്. അങ്ങനെ പെന്റഗൺ നിങ്ങൾ വരയ്ക്കുമ്പോൾ അതിനകത്ത് ആദ്യം വരയ്ക്കേണ്ടത് ഏത് ബേസ് എഡ്ജ് ആയിരിക്കണം? നമ്മുടെ ഗിവൺ ക്വസ്റ്റ്യനിൽ പറഞ്ഞ വൺ ഓഫ് ദ ബേസ് എഡ്ജ് ഈസ് പാരലൽ ടു വി പി. അതാണ് 4ാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ആ ഒരു ബേസ് എഡ്ജ് എക്സ് വൈ ലൈനോട് പാരലൽ ആയതുകൊണ്ട് ആ ബേസ് എഡ്ജിനെ എക്സ് വൈ ലൈനോട് പാരലൽ ആക്കി വരയ്ക്കാം. നമ്മൾ എക്സ് വൈ ലൈനിന്റെ താഴെ ആദ്യം ഒരു ബേസ് എഡ്ജിനെ വരച്ചു. ദെൻ 108 ആംഗിൾ എടുത്ത് ഇന്റേണൽ ആംഗിൾ ഓഫ് പെന്റഗണൽ പ്രിസം 108 ആണ്. അതെടുത്ത് നമ്മൾ പെന്റഗണെ കൺസ്ട്രക്ട് ചെയ്തു. പെന്റഗണൽ പ്രിസം ആയതുകൊണ്ട് ഇതിന് നടുക്ക് അപ്പെക്സ് പോയിന്റുകൾ അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് സ്ലാന്റ് എഡ്ജുകളുടെ ടോപ്പ് ഇവിടെ വരയ്ക്കേണ്ട കാര്യമില്ല. പകരം അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ ആക്സിസ് പോയിന്റിനെയും വരച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല, വരച്ചാലും പ്രശ്നമില്ല. സോ നിങ്ങൾ പെന്റഗൺ വരച്ചതിന് ശേഷം നെയിമിംഗ് കൊടുക്കുക. നെയിമിംഗ് കൊടുക്കുമ്പോൾ ടോപ്പ് ബേസിന് ABCDE എന്ന് പേര് കൊടുത്തു. ബോട്ടം ബേസിന് നമ്മൾ PQRST എന്ന നെയിമിംഗ് കൊടുത്തു. സോ നിങ്ങളിപ്പോൾ ഓൾറെഡി അതിന്റെ ടോപ്പ് വ്യൂ വരച്ചു, പെന്റഗണൽ പ്രിസത്തിന്റെ ടോപ്പ് വ്യൂ വരച്ചു. ഇനി നമുക്ക് വരയ്ക്കേണ്ടത് അതിന്റെ ഫ്രണ്ട് വ്യൂ ആണ്. എല്ലാ പോയിന്റിൽ നിന്നും വെർട്ടിക്കൽ ലൈൻസ് മുകളിലേക്ക് വരയ്ക്കുക. എത്രയാണ് ഗിവൺ സോൾഡിന്റെ ഹൈറ്റ്? 60 mm ആണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. 60 mm ഹൈറ്റിൽ നിങ്ങൾ റെക്ടാംഗിൾ വരയ്ക്കുക. നമുക്കറിയാം ഇതിന്റെ ഫ്രണ്ട് വ്യൂ റെക്ടാംഗിൾ ആണ്. ഓൾറെഡി നിങ്ങളത് വരയ്ക്കാൻ പഠിച്ചവരാണ്. സോ നിങ്ങൾ അത് വരച്ചു. ദെൻ കറസ്പോണ്ടിങ് നെയിമിംഗ് കൊടുത്തു. A', B', C', D' എന്നുള്ളത് ടോപ്പ് ബേസിന്റെ നെയിമിംഗ് ആണ്. P', Q' എന്നുള്ളത് ബോട്ടം ബേസിന്റെ നെയിമിംഗ് ആണ്. അത് നെയിമിംഗ് കൊടുത്തതിനു ശേഷം ഹിഡൻ പോയിന്റുകൾ മാർക്ക് ചെയ്യുക. നമ്മൾ ഈ താഴെ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ സമയത്ത് ഹിഡൻ പോയിന്റ് ആയിട്ട് കാണപ്പെടുന്നത് ബിയും സിയുമാണ്. അതുകൊണ്ട് മുകളിൽ B', C' ബ്രാക്കറ്റ് ചെയ്തു. അതിനോടൊപ്പം തന്നെ Qവും R'ുമാണ് ഹിഡൻ പോയിന്റ്. Q', R' ബ്രാക്കറ്റ് ചെയ്തു. ഇത് എങ്ങനെയാണ് ബ്രാക്കറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഹിഡൻ പോയിന്റ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോയിലുണ്ട്. പ്രൊജക്ഷൻ ഓഫ് സോളിഡിന്റെ വീഡിയോയിലുണ്ട്. അത് മനസ്സിലാകാത്തവർ ആ വീഡിയോ കാണുക. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. സോ ഇപ്പോൾ നിങ്ങൾക്ക് പെന്റഗണൽ പ്രിസത്തിന്റെ സിമ്പിൾ പൊസിഷൻ ആയി. ഇനി നമുക്ക് വരയ്ക്കേണ്ടത് ബോക്സിന്റെ സിമ്പിൾ പൊസിഷൻ ആണ്. ഓക്കെ, അപ്പോൾ പെന്റഗണൽ പ്രിസത്തിന്റെ അകത്ത് കിടക്കുന്ന പെന്റഗണൽ പ്രിസം ബോക്സിന്റെ അകത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ബോക്സിന്റെ സിമ്പിൾ പൊസിഷൻ വരയ്ക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെയുള്ള പെന്റഗണൽ പ്രിസം ഈ ബോക്സിന്റെ അകത്തായിട്ടിരിക്കുന്ന പെന്റഗണൽ പ്രിസത്തിന്റെ സിമ്പിൾ പൊസിഷൻ ആയിട്ട് ഇത് വരണമെങ്കിൽ നിങ്ങൾ നോക്കുക, ഇവിടെ എങ്ങനെയാണ് നിങ്ങൾ പെന്റഗൺ വരച്ചത്, ആ പെന്റഗണിനെ ക്ലോസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം ഈ ബോക്സിന്റെ ടോപ്പ് വ്യൂ വരാവുള്ളൂ. അതായത് ബോക്സിന്റെ ടോപ്പ് വ്യൂ നമുക്കറിയാം എന്താണ്, ഒരു റെക്ടാംഗിൾ ആണ്. ആ റെക്ടാംഗിൾ വരുന്നത് ഈ പെന്റഗണിന്റെ എല്ലാ കോർണറിലൂടെയും കടന്നു പോകത്തക്ക രീതിയിലാണ്. സോ നിങ്ങൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, എല്ലാ കോർണറിലൂടെയും പെന്റഗണിന്റെ എല്ലാ കോർണറിലൂടെയും കടന്നു പോകത്തക്ക രീതിയിലായിരിക്കണം നിങ്ങൾ ബോക്സിന്റെ ടോപ്പ് വ്യൂ വരയ്ക്കാൻ പാടുള്ളൂ. ബോക്സിന്റെ ടോപ്പ് വ്യൂ റെക്ടാംഗിൾ ആണെന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. സോ നിങ്ങൾ ആദ്യം വരയ്ക്കാനായിട്ട് ഇവിടെ BC എന്ന് പറയുന്ന 2 പെന്റഗണിന്റെ കോർണറിലൂടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക. A എന്ന് പറയുന്ന കോർണറിലൂടെ വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുക. Dയിലൂടെ വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുക. E എന്ന് പറയുന്ന കോർണറിലൂടെ നിങ്ങൾ ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ 2 ഹൊറിസോണ്ടലും 2 വെർട്ടിക്കൽ ലൈനൂടെ വരച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു റെക്ടാംഗിൾ കിട്ടും. ഇതാണ് നമ്മൾ ടോപ്പ് വ്യൂ നോക്കി കാണുമ്പോഴുള്ള ഈ ബോക്സിന്റെ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത്. സോ ഇപ്പോൾ നിങ്ങൾ
ബോക്സിന്റെ ടോപ്പ് വ്യൂ വരച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് വരയ്ക്കേണ്ടത് ബോക്സിന്റെ ഫ്രണ്ട് വ്യൂ ആണ്. അതുപോലെ നിങ്ങൾ ബോക്സിന്റെ ടോപ്പ് വ്യൂ വരച്ചു കഴിഞ്ഞാൽ അതിനകത്ത് നെയിമിംഗ് കൊടുക്കണം. നെയിമിംഗ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ബോക്സിന് നെയിമിംഗ് കൊടുക്കുന്നത് ABCD എന്നല്ല, 1 2 3 4 എന്ന രീതിയിലാണ്. അതുകൊണ്ട് ബോട്ടം ബേസിലെ കോർണേഴ്സിന് 1 2 3 4 എന്നും ടോപ്പ് ബേസിലെ കോർണേഴ്സിന് 5 6 7 8 എന്നുമാണ് നമ്മൾ നെയിമിംഗ് കൊടുക്കുന്നത്. സോ അങ്ങനെ വരുമ്പോൾ നമ്മൾ നെയിമിംഗ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഏറ്റവും ലെഫ്റ്റ് ബോട്ടം കോർണർ, എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഭാഗമാണ്. ഏറ്റവും ലെഫ്റ്റ് ബോട്ടം കോർണറിന് നമ്മൾ 1 എന്ന് കൊടുത്തു, ദെൻ 1 2 3 4 എന്ന് നെയിമിംഗ് കൊടുത്തു. ദെൻ വീണ്ടും ടോപ്പ് ബേസും ഇവിടെ തന്നെയാണ് കാണപ്പെടുന്നത്, 5 6 7 8 അല്ലെ. സോ 1 2 3 4 ബോട്ടം ബേസ് ആണെന്ന് കാണിക്കാൻ ബ്രാക്കറ്റ് കൊടുത്താൽ മതി. സോ 1 2 3 4 5 6 7 8 നമ്മൾ ടോപ്പ് വ്യൂവിന് പേര് കൊടുത്തു. സോ എല്ലാവർക്കും ഇത് അറിയാവുന്നതാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ ലെറ്ററിംഗ് അല്ല നമ്പറിംഗ് ആണ് നമ്മൾ നെയിമിംഗ് കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ദെൻ ഇതിന്റെ ഫ്രണ്ട് വ്യൂ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഈ പെന്റഗണൽ പ്രിസത്തിനെ ഫിറ്റ് ആവുന്ന രീതിയിലുള്ള ഒരു ബോക്സ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഫ്രണ്ട് വ്യൂ നിങ്ങൾ നോക്കി കാണുമ്പോഴും ബോക്സിന്റെ ഫ്രണ്ട് വ്യൂവും ഇതിനകത്തിരിക്കുന്ന പെന്റഗണൽ പ്രിസത്തിന്റെ ഫ്രണ്ട് വ്യൂവും രണ്ടും സെയിം റെക്ടാംഗിൾ ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, പെന്റഗണൽ പ്രിസത്തിന്റെ ഫ്രണ്ട് വ്യൂ റെക്ടാംഗിൾ ആണ്, അതേ റെക്ടാംഗിൾ തന്നെയാണ് നിങ്ങൾക്ക് ഈ ബോക്സിന്റെ ഫ്രണ്ട് വ്യൂ ആയിട്ടും കാണാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ ഇവിടെ 1ൽ നിന്നും 2ൽ നിന്നും 3ൽ നിന്നും 4ൽ നിന്നൊക്കെ വെർട്ടിക്കൽ ലൈൻ വരച്ചിട്ടാണല്ലോ ഫ്രണ്ട് വ്യൂ കണ്ടുപിടിക്കുന്നത്. അങ്ങനെ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഓൾറെഡി പെന്റഗണിന്റെ റെക്ടാംഗിളിന്റെ മുകളിൽ കൂടെ തന്നെയാണ് നിങ്ങൾ വരയ്ക്കാൻ പോകുന്നത്. സോ രണ്ടാമത് നിങ്ങൾ അത് വരയ്ക്കുമ്പോൾ അത് അതിന്റെ ഭംഗി വ്യത്യാസം വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് നിങ്ങൾ ഓൾറെഡി പെന്റഗണൽ പ്രിസത്തിന്റെ ഫ്രണ്ട് വ്യൂ അത് തന്നെ ബോക്സിന്റെ ഫ്രണ്ട് വ്യൂ ആയിട്ട് കൺസിഡർ ചെയ്താലും മതിയാകും. എന്നാൽ പിരമിഡിന്റെ കേസിൽ ഇതിൽ വ്യത്യാസമുണ്ട്. അത് അതിന്റെ ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞു തരാം. അപ്പൊ നിലവിൽ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ ഇവിടെ. ഒന്ന്, പെന്റഗണൽ പ്രിസം അല്ലെങ്കിൽ ഏതൊരു സോളിഡിന്റെയും ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ വരയ്ക്കുമ്പോൾ നിങ്ങൾ HBയുടെ പെൻസിൽ ഉപയോഗിച്ച് ഡാർക്ക് ആയിട്ട് വരയ്ക്കാൻ ശ്രമിക്കുക. ബോക്സിന്റെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ വരയ്ക്കുന്ന സമയത്ത്, രണ്ടാമത് സ്റ്റെപ്പ് നമ്പർ 2 ചെയ്യുമ്പോൾ ബോക്സിന്റെ ഫ്രണ്ട് വ്യൂ വരയ്ക്കുന്ന സമയത്ത് ലൈറ്റ് പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ വരയ്ക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നെയിമിംഗ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, 1 2 3 4 ബോക്സിന്റെ ബോട്ടം ബേസ് ആയതുകൊണ്ട് ഈ 1 2 3 4ന്റെ ഫ്രണ്ട് വ്യൂ എല്ലാം വരുന്നത്, 1ന്റെ ഫ്രണ്ട് വ്യൂ വരുന്നത് ഇവിടെ ആയിരിക്കും, താഴെ ആയിരിക്കും 1 2വിന്റെയും താഴെയാണ് 2 3ഉം 4ഉം അതുപോലെ ഇവിടെ വരും. 5 6 7 8 എല്ലാം മുകളിൽ വരും. 5 6 മുകളിൽ, 7 8 ഒക്കെ മുകളിൽ വരും. അതിൽ ബ്രാക്കറ്റ് പോയിന്റ് കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം, ഇവിടെ താഴെ നിന്ന് മുകളിലോട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന പോയിന്റ് 1ഉം 4ഉമാണ്. അതുകൊണ്ട് ഇവിടെ താഴെയുള്ള ബേസിൽ 1ഉം 4ഉം വിസിബിൾ, 2ഉം 3ഉം അതിന്റെ പുറകിലായതുകൊണ്ട് ഹിഡൻ. സിമിലർ ആയിട്ട് നമുക്ക് നോക്കിയാൽ 5ഉം 8ഉം ആണ് മുകളിൽ വിസിബിൾ വരിക, പുറകിൽ വരുന്ന 6ഉം 7ഉം ഇവിടെ ഹിഡൻ ആണ്. സോ രണ്ട് സ്റ്റെപ്പുകൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞു. സ്റ്റെപ്പ് നമ്പർ 1 and 2 ചെയ്തതിനു ശേഷം 60 എന്നും 30 എന്നും ഡയമെൻഷൻസ് ഇവിടെ മാർക്ക് ചെയ്യുക. ഇപ്പോൾ രണ്ട് സ്റ്റെപ്പ് നിങ്ങൾ ചെയ്തു കഴിഞ്ഞു. നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന സ്റ്റെപ്പുകൾ തന്നെയാണ്. സിമ്പിൾ പൊസിഷൻ ഓഫ് ദ ഗിവൺ സോളിഡ് ആൻഡ് സിമ്പിൾ പൊസിഷൻ ഓഫ് ദ ബോക്സ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഐസോമെട്രിക് വ്യൂ എങ്ങനെ വരയ്ക്കാമെന്നുള്ളതാണ്. അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് നമ്പർ 3 എന്ന് പറയുന്നതാണ് ഡ്രോ ദി ഐസോമെട്രിക് വ്യൂ ഓഫ് ദ ഗിവൺ ബോക്സ്. നമ്മുടെ എടുത്ത ബോക്സിന്റെ ഐസോമെട്രിക് വ്യൂ വരയ്ക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വരയ്ക്കാനായിട്ട് അതിന് തൊട്ട് റൈറ്റ് സൈഡിലെ പേജ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക. ഈ ഹൊറിസോണ്ടൽ ലൈൻ ഈ എക്സ് ലൈനിന്റെ ഒപ്പം വരണമെന്ന് യാതൊരു നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കാം. അവിടെ നിങ്ങൾ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. ഈ പോയിന്റിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ പോയിന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ബോക്സിന്റെ ലെഫ്റ്റ് ബോട്ടം കോർണർ പോയിന്റ് ആയിരിക്കണം. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്ന കാര്യം, ലെഫ്റ്റ് ബോട്ടം പോയിന്റ് എന്ന് പറയുന്നത് 1 ആണ്. 1ഉം 5ഉം രണ്ടും ലെഫ്റ്റിലെ പോയിന്റുകളാണ് ബോക്സിനെ സംബന്ധിച്ച്. പക്ഷേ 1 ആണ് ബോട്ടം കോർണർ പോയിന്റ്, 5 ടോപ്പ് ബേസിലെ കോർണർ പോയിന്റ് ആണ്. ശ്രദ്ധിക്കുക, 1 ആണ് താഴത്തെ പോയിന്റ്, ഈ ടോപ്പിലെ പോയിന്റ് 5 ആണ്. നമ്മൾ മുകളിൽ നോക്കുമ്പോൾ 5ഉം 1ഉം ഒരേ സ്ഥലത്തായിട്ടാണ് നമുക്ക് റെക്ടാംഗിളിന്റെ ഇവിടെ ഫീൽ ചെയ്യുള്ളൂ. ഓക്കെ, സോ നമ്മൾ ആ 1നെയാണ് ഇവിടെ മാർക്ക് ചെയ്തത്. ദെൻ 1ന്റെ നമ്മൾ നോക്കുന്നത് ശ്രദ്ധിക്കുക. നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്, ഇവിടെ ഐസോമെട്രിക് വ്യൂ വരയ്ക്കുമ്പോൾ നമ്മൾ നോക്കുന്നത് ഏകദേശം ഈ 1ന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ ഇങ്ങനെയാണ് നോക്കുന്നത്. 1 5 എന്ന് പറയുന്ന എഡ്ജിൽ പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ നോക്കുന്നത് ഈ ഡയറക്ഷനിലാണ്. ഇവിടെ നിന്ന് ഇതിന് ഇൻക്ലൈൻഡ് ആയിട്ടാണ്. അപ്പൊ നമ്മൾ നോക്കിക്കേ, ഇവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിൽ വരുന്നത് ഈ സൈഡും ലെഫ്റ്റ് സൈഡിൽ വരുന്നത് ഈ ഭാഗവുമാണ് അല്ലെ. അപ്പൊ നമ്മൾ ഇവിടെയാണ് ആ 1 മാർക്ക് ചെയ്തെങ്കിൽ നമ്മുടെ റൈറ്റിലേക്ക് ഇത് ഇങ്ങോട്ടേക്ക് 1 to 4 മാർക്ക് ചെയ്യണം. ലെഫ്റ്റിലേക്ക് വരുന്നവരാണ് 1 to 2 ആണ്. സോ 1 to 4ഉം 1 to 2 ആണ് അവിടെ നിങ്ങൾക്ക് മാർക്ക് ചെയ്യേണ്ടത്. സോ 30 ഡിഗ്രി ആംഗിൾ നിങ്ങൾ എടുക്കുക. നിങ്ങൾ പ്രൊട്രാക്ടർ ഉപയോഗിച്ചുകൊണ്ട് 30 ഡിഗ്രി റൈറ്റിലോട്ടും 30 ഡിഗ്രി ലെഫ്റ്റിലേക്ക് നിങ്ങൾ ഒരു പോയിന്റുകൾ ആദ്യം ഓരോന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് നിങ്ങൾ ഹൊറിസോണ്ടൽ ഇവിടുത്തെ 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ലൈൻസ് വരയ്ക്കുക. രണ്ട് സൈഡിലേക്കും 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ലൈൻസ് വരച്ചു.
ദെൻ നമുക്ക് ചെയ്യേണ്ട എന്താണ്, ഈ ഡിസ്റ്റൻസുകൾ ആ 30 ഡിഗ്രി ഇൻക്ലൈൻഡ് വരച്ച ലൈൻ വരച്ച അതിലേക്ക് നമ്മൾ ഡിസ്റ്റൻസിനെ മാർക്ക് ചെയ്യണം. അതിനായിട്ട് ഇവിടെ റൈറ്റിലേക്ക് 1 to 4 ആയതുകൊണ്ട് നമ്മൾ ഇവിടെ വന്ന് 1ൽ നിന്ന് 4 വരെയുള്ള ഡിസ്റ്റൻസ് എടുത്ത് 1 to 4 മാർക്ക് ചെയ്യുക. 1ൽ നിന്ന് 2 വരെയുള്ള ഡിസ്റ്റൻസ് നിങ്ങൾ എടുത്താൽ ഇവിടെ നിങ്ങൾക്ക് 1 to 2 മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 1 to 4ഉം 1 to 2ഉം ഈ വരച്ച ലൈനിൽ കിട്ടും. അതിനുശേഷം ലൈനിന് നീട്ടം ഉണ്ടെങ്കിൽ അത് മാച്ച് കളഞ്ഞേക്കുക. സോ 1 to 2 1 to 4 ആണ് നമുക്ക് ആവശ്യമുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങൾ ഇപ്പോൾ വരയ്ക്കുന്നത് ലൈറ്റ് പെൻസിൽ ഉപയോഗിച്ചായിരിക്കണം. ഐസോമെട്രി ഓഫ് ദ ബോക്സ് വരയ്ക്കുന്നത് ലൈറ്റ് പെൻസിൽ ഉപയോഗിച്ചായിരിക്കണം. ഓക്കെ, 1 2 4 നിങ്ങൾ മാർക്ക് ചെയ്തു. ഇത് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് 3 ആണ്. അടുത്ത കോർണർ പോയിന്റ് 3 ആണ്. 3 മാർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ 3ക്ക് 2ൽ നിന്നുള്ള ഡിസ്റ്റൻസ് പറയണം, 4ൽ നിന്നുള്ള ഡിസ്റ്റൻസ് പറയണം. ഈ രണ്ട് ഡിസ്റ്റൻസ് നോക്കിക്കേ, 4ൽ നിന്ന് 3 ഡിസ്റ്റൻസ് തന്നെയാണ് 1ൽ നിന്ന് 2 അല്ലെ. അവസാനം നമ്മുടെ കയ്യിൽ 1 to 2 ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ഈ 4ൽ കോമ്പസ് കുത്തിക്കൊണ്ട് നമുക്ക് അവിടെ ഒരു ആർക്ക് വരച്ചാൽ 3 വരയ്ക്കുന്നതിന്റെ ഈ ഒരു ഡിസ്റ്റൻസ് നമുക്ക് അവിടെ കിട്ടും. അതുപോലെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, 1 to 4 അല്ലെങ്കിൽ 2 മുതൽ 3 വരെയുള്ള ആ സെയിം ഡിസ്റ്റൻസ് എടുത്ത് 2ൽ കോമ്പസ് കുത്തി ആർക്ക് വരച്ചാൽ നമുക്ക് 3യെ ലൊക്കേറ്റ് ചെയ്യാം. 2ൽ നിന്ന് 3ലേക്ക് വരയ്ക്കുന്നതും 4ൽ നിന്ന് 3ലേക്ക് വരയ്ക്കുന്ന ലൈനും ഹിഡൻ ആണ്. നമ്മളത് ഓൾറെഡി പഠിച്ചതാണ്. ഹിഡൻ ലൈൻ വരച്ചു വെക്കാം. ദെൻ നമുക്കിനി വരയ്ക്കേണ്ടത് 1ൽ നിന്ന് 2ൽ നിന്നൊക്കെ വെർട്ടിക്കൽ ലൈനാണ്. അത് ബോക്സിന്റെ ഹൈറ്റ് എത്രയാണെന്ന് അറിയണം. ഗിവൺ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ബോക്സിന്റെ ഹൈറ്റ് 60 mm ആണ് എന്നുള്ളത്. സോ നമ്മുടെ ഗിവൺ ക്വസ്റ്റ്യനിൽ 60 mm ഈ ഒരു ഹൈറ്റ് നിങ്ങൾ അളന്നെടുക്കുക. ദെൻ ഇവിടെയുള്ള 1ൽ നിന്ന് എല്ലാം വെർട്ടിക്കൽ ലൈൻ മുകളിലേക്ക് ഇറക്കുക. 1ൽ നിന്ന് 2ൽ നിന്ന് 3ൽ നിന്ന് അതുപോലെ 4ൽ നിന്നൊക്കെ നിങ്ങൾ വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുക. ദെൻ 60 mm ഡിസ്റ്റൻസ് എല്ലാത്തിനകത്തും മാർക്ക് ചെയ്യാം. 1 to ഇവിടെ നിന്നുള്ള 1ൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ലൈനിന് 60 mm ഡിസ്റ്റൻസ് നമ്മൾ മാർക്ക് ചെയ്ത് അതിന്റെ മുകളിൽ 5 എന്ന് കൊടുക്കുക. കാരണം നമുക്കറിയാം അല്ലെ, ഇവിടെ 1ന്റെ നേരെ മുകളിലുള്ള പോയിന്റ് 1ന്റെ നേരെ മുകളിലുള്ളത് 5 ആണെന്നറിയാം. സോ നമ്മൾ 5 മാർക്ക് ചെയ്തു. സിമിലർലി 6 7 8 ഒക്കെ മാർക്ക് ചെയ്തു. ദെൻ 5 6 7 8 പോയിന്റുകൾ കൂട്ടി വരയ്ക്കുമ്പോൾ നിങ്ങൾ സ്ട്രേറ്റ് ലൈൻ ഉപയോഗിക്കുക, ലൈറ്റ് പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കാൻ ശ്രമിക്കുക. അവിടെ ഹിഡൻ ലൈൻസ് ഇല്ല. പകരം നമ്മൾ 1 to 5 2 to 6 4 to 8 എല്ലാം വിസിബിൾ ലൈൻ വരച്ചെങ്കിൽ 3ൽ നിന്ന് 7ലേക്ക് വരയ്ക്കുന്ന ലൈനെ ഹിഡൻ ആക്കി വരയ്ക്കാൻ ശ്രമിക്കുക. സോ ഇത്രയും ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് സ്റ്റെപ്പ് നമ്പർ 3 കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്ക് വരയ്ക്കേണ്ടത് സ്റ്റെപ്പ് നമ്പർ 4 ആണ്, അല്ലെങ്കിൽ നമ്മുടെ കിട്ടേണ്ട ആൻസർ ആയ ഐസോമെട്രിക് വ്യൂ ഓഫ് ദ ഗിവൺ പെന്റാഗണൽ പ്രിസമാണ്. സോ അത് വരയ്ക്കാൻ വളരെ എളുപ്പമാണ്. ഇനി ഇവിടെ നമുക്ക് ഓൾറെഡി ബോക്സിന്റെ ഐസോമെട്രിക് വ്യൂ പറയാം. അതിൽ 1 മുതൽ 2 വരെയുള്ള എഡ്ജിൽ, ബോക്സിന്റെ 1 മുതൽ 2 വരെയുള്ള ബേസ് എഡ്ജിലാണ് ഈ പറയുന്ന പെന്റഗണൽ പ്രിസത്തിന്റെ കോർണർ പോയിന്റ് ആയ ബോട്ടം ബേസ് കോർണർ പോയിന്റ് ആയ പി ഉള്ളത്. എ എന്ന് പറയുന്നത് 5 മുതൽ 6 വരെയുള്ള ബേസ് എഡ്ജിലാണ്. ശ്രദ്ധിച്ചോണം, ഇവിടെ പിയും എയും രണ്ടും ടച്ച് ചെയ്തിട്ടുണ്ട് അല്ലെ ഈ ബേസ് എഡ്ജിൽ. അതിൽ 1 to 2 പിയും 5 to 6 എന്ന് പറയുന്ന ടോപ്പ് ബേസ് എഡ്ജിലാണ് എ ഉള്ളത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ നമുക്ക് ഓൾറെഡി 1 to 2 എവിടെയാണ് എന്നറിയാം. ആ 1 to 2 ഈ പിയെ അങ്ങ് മാർക്ക് ചെയ്യുക. സോ 1ൽ നിന്ന് പി വരെയുള്ള ഡിസ്റ്റൻസ് കോമ്പസിൽ എടുക്കുക. ഇവിടെയുള്ള 1ൽ കോമ്പസ് കുത്തി നിങ്ങൾക്ക് ഈസി ആയിട്ട് പിയെ മാർക്ക് ചെയ്യാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ചില സോൾഡുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. പെന്റഗണൽ പ്രിസം, ഹെക്സഗണൽ പിരമിഡ്, ഹെക്സഗണൽ പ്രിസം ഒക്കെ വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം. ഇപ്പൊ ഇവിടെ 1 to p തന്നെയാണ് നമുക്ക് ഏകദേശം 4ൽ നിന്ന് എസിലേക്ക് വരുന്ന ഡിസ്റ്റൻസ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ 1ൽ നിന്ന് 2ലേക്ക് പി മാർക്ക് ചെയ്താൽ ആ സെയിം ഡിസ്റ്റൻസ് ഉപയോഗിച്ചുകൊണ്ട് 4ൽ നിന്ന് 3 വരെയുള്ള എഡ്ജിലെ എസിനെയും മാർക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് ഒരു സമയം എടുത്താൽ നമുക്ക് എത്രയോ പോയിന്റുകൾ മാർക്ക് ചെയ്യാൻ പറ്റുമോ അത്രയും പോയിന്റുകൾ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഐസോമെട്രിക് വ്യൂ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഓരോ പോയിന്റ് എടുത്ത് വരയ്ക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അത് പിന്നെ നമുക്ക് വരയ്ക്കേണ്ടത് 2ൽ നിന്ന് 3 വരെയുള്ള ബേസ് എഡ്ജിലെ ക്യൂവിനെയും ആറിനെയുമാണ്. അപ്പോൾ 2ൽ നിന്ന് ക്യൂ വരെയുള്ള ഡിസ്റ്റൻസ് നിങ്ങൾ കോമ്പസിൽ എടുക്കുക. ഇവിടെ 2 to q ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യുക. ആ സെയിം ഡിസ്റ്റൻസ് തന്നെയാണ് 3ൽ നിന്ന് 6 വരെയുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് 3ൽ നിന്ന് 6 മാർക്ക് ചെയ്യാവുന്നതാണ്. ഇനി കോമ്പസിൽ നിങ്ങൾ ഈ ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ അത് കുറവാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ 2ൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്നില്ല, കോമ്പസ് വളരെ അടുത്താണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ 2ൽ നിന്ന് 6 വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കാവുന്നതാണ്. ആ ഡിസ്റ്റൻസ് എടുത്ത് 2 to 3ൽ 6 മാർക്ക് ചെയ്യാം. 3ൽ നിന്ന് ക്യൂ വരെയുള്ള ഡിസ്റ്റൻസ് ഇങ്ങനെ എടുത്താലും നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. അത് നിങ്ങളുടെ ചോയ്സ് ആണ്. നിങ്ങൾക്ക് ഏതായാലും ആ എഡ്ജ് ലൈനിൽ 2 മുതൽ 3 വരെയുള്ള എഡ്ജ് ലൈനിലായിരിക്കണം ക്യൂവും ആറും 2 പോയിന്റുകൾ വരേണ്ടത്. സിമിലർലി നിങ്ങൾക്ക് ഓൾറെഡി എസ് കണ്ടുപിടിച്ചു, ഇവിടെയുള്ള ടി എന്ന് പറയുന്ന പോയിന്റിനെ കണ്ടുപിടിക്കാവുന്നതാണ്. സോ ബോട്ടം ബേസിലെ 5 പോയിന്റുകൾ നിങ്ങൾ ഈ ബോക്സിന്റെ ബോട്ടം ബേസിലെ 4 എഡ്ജുകളിൽ കണ്ടുപിടിച്ചു. ഇതേ പ്രൊസീജിയർ തന്നെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ടോപ്പ് ബേസ് ആയ 5 6 7 8ന്റെ എഡ്ജുകളുടെ അകത്തായിട്ട് പെന്റഗണിന്റെ ടോപ്പ് ബേസ് ആയ എ ബി സി ഡി പോയിന്റുകളെ മാർക്ക് ചെയ്യാം.
സോ സെയിം കൺസെപ്റ്റ്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ആദ്യം 1 ൽ നിന്ന് 2 എന്ന് പറയുന്ന ഈ ഒരു എഡ്ജിൽ പി എ മാർക്ക് ചെയ്ത അളവ് 1 ൽ നിന്ന് പി വരെ എടുക്കാൻ ഉപയോഗിച്ച ആ അളവ് നിങ്ങൾക്ക് ഇവിടെ മാർക്ക് ചെയ്തു, ഇവിടെ മാർക്ക് ചെയ്തതുപോലെ തന്നെ നിങ്ങൾ 1 ൽ നിന്ന് പി മാർക്ക് ചെയ്ത പോലെ 5 ൽ നിന്ന് നിങ്ങൾക്ക് എയും മാർക്ക് ചെയ്യാൻ ഉപയോഗിക്കാം. അപ്പൊ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരളവ് നിങ്ങൾക്ക് എടുക്കുമ്പോൾ ഏതെല്ലാം പോയിന്റുകൾ മാർക്ക് ചെയ്യാൻ പറ്റും അത്രയും പോയിന്റുകൾ മാർക്ക് ചെയ്തിട്ട് അടുത്ത പോയിന്റിന്റെ അളവ് എടുക്കാനായിട്ട് പോവുക. അപ്പോൾ നമുക്ക് വേഗത്തിൽ പോയിന്റുകൾ കണ്ടുപിടിക്കാൻ സാധിക്കും. സോ ഇത്രയും പോയിന്റുകളെ ഈ പറയുന്ന എഡ്ജുകൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഈ പോയിന്റുകളെ കൂട്ടി വരച്ച് എങ്ങനെയാണ് ഐസോമെട്രിക് വ്യൂ നമ്മൾ കണ്ടുപിടിക്കുക. അതിന് പോയിന്റുകളെ കൂട്ടി വരയ്ക്കാൻ ആവശ്യമായ 3 റൂളുകളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ 3 റൂളുകൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിന്റെ ഐസോമെട്രിക് വ്യൂ വരയ്ക്കാൻ സാധിക്കും. ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് ജോയിൻ ഓൾ ഔട്ടർമോസ്റ്റ് പോയിന്റ് ആണ്. ഏറ്റവും പുറത്തുള്ള എല്ലാ പോയിന്റുകളെയും ജോയിൻ ചെയ്യുക. ഇവിടെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കോണും സിലിണ്ടറും ഒഴികെ ഏതൊരു സോൾഡ് ആണെങ്കിലും ആ സോൾഡുകളെ ഈ ഔട്ടർമോസ്റ്റ് പോയിന്റുകൾ ജോയിൻ ചെയ്യിപ്പിക്കുന്നത് നിങ്ങൾ സ്ട്രെയിറ്റ് ലൈൻ ഉപയോഗിച്ചായിരിക്കണം. സോ HBയുടെ പെൻസിൽ ഉപയോഗിച്ചാണ് നിങ്ങൾ ഇത് വരയ്ക്കാൻ പാടുള്ളൂ. പിയിൽ നിന്ന് ഏറ്റവും ഔട്ടർമോസ്റ്റ് പോയിന്റ് ആയ ക്യൂവിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക HBയുടെ പെൻസിൽ ഉപയോഗിച്ച്. ക്യൂവിൽ നിന്ന് നേരെ അടുത്ത സ്ട്രെയിറ്റ് ലൈൻ ബി വരെ വരയ്ക്കുക. ബിയിൽ നിന്ന് അടുത്ത സ്ട്രെയിറ്റ് ലൈൻ സി വരെ വരയ്ക്കുക. ദെൻ സിയിൽ നിന്ന് ഡിയിലേക്ക്, ഡിയിൽ നിന്ന് ഏറ്റവും ഔട്ടർമോസ്റ്റ് പോയിന്റ് ഇവിടെ വരുന്ന എസ് ആണ്, താഴേക്ക് വരയ്ക്കുക. അത് താഴെയാണ്, താഴേക്ക് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. എസിൽ നിന്ന് ടി, ടിയിൽ നിന്ന് പി. സോ ഏറ്റവും വെളിയിൽ കിടക്കുന്ന എല്ലാ പോയിന്റുകളെയും സ്ട്രെയിറ്റ് ലൈൻ ഉപയോഗിച്ച് വരയ്ക്കുക. അതാണ് റൂൾ നമ്പർ 1 എന്ന് പറയുന്നത്. റൂൾ നമ്പർ 2 എന്ന് പറയുന്നത് ടോപ്പ് ബേസിനെ വിസിബിൾ ആക്കുക എന്നുള്ളതാണ്, ബോട്ടം ബേസിനെ ഹിഡൻ ആക്കുക. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഐസോമെട്രിക് വ്യൂവിൽ നമ്മൾ ഈ ബോക്സിനെ ചരിച്ചു കഴിഞ്ഞാൽ ടോപ്പ് ബേസ് എപ്പോഴും വിസിബിൾ ആയിരിക്കും എന്ന് നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. അപ്പോൾ ഈ ടോപ്പ് ബേസിൽ ഇരിക്കുന്ന ഗിവൺ പെന്റഗണൽ പ്രിസത്തിന്റെ ബേസും നമുക്ക് വിസിബിൾ ആയിരിക്കും. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ടോപ്പ് ബേസ് ആയ ABCDE എന്ന് പറയുന്ന എഡ്ജുകളെല്ലാം നമ്മൾ വിസിബിൾ ലൈൻ ഉപയോഗിച്ച് കൂട്ടി വരയ്ക്കുന്നു. സോ A to B നമ്മൾ വരയ്ക്കുന്നു, B to C ഓൾറെഡി വരച്ചു, C to D വരച്ചു, ഡിയിൽ നിന്ന് ഇയിലേക്കും ഇയിൽ നിന്ന് എയിലേക്കും നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ HB പെൻസിൽ ഉപയോഗിച്ച് വരച്ച് ടോപ്പ് ബേസിനെ വിസിബിൾ ആക്കി വരയ്ക്കുന്നു. അപ്പോൾ പിന്നെ ബോട്ടം ബേസിനെ ഹിഡൻ ആക്കി വരയ്ക്കണം. ബോട്ടം ബേസിനെ ഹിഡൻ ആക്കി വരയ്ക്കുക എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ P to Q വരച്ചു റൂൾ നമ്പർ 1 ചെയ്തപ്പോൾ. ദെൻ ക്യൂവിൽ നിന്ന് ആറിലേക്ക് ലൈൻ വരയ്ക്കുമ്പോൾ 6 എന്ന് പറയുന്ന ഈ പോയിന്റ് ഓൾറെഡി കിടക്കുന്നത് ഒരു ഹിഡൻ ബേസ് എഡ്ജിലായതുകൊണ്ട് ഈ പോയിന്റ് ഓൾറെഡി ഹിഡൻ ആണെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. സോ ക്യൂവിൽ നിന്ന് ആറിലേക്ക് വരയ്ക്കുന്ന ലൈനിനെ നിങ്ങൾ ഡോട്ടഡ് ലൈൻ ഉപയോഗിച്ച് വരയ്ക്കുക. R to S ഒരു ഡോട്ടഡ് ലൈൻ ഉപയോഗിച്ച് വരയ്ക്കുക. ദെൻ S to T നിങ്ങൾ റൂൾ നമ്പർ 1 ചെയ്തപ്പോൾ S to T യും T to P യും ചെയ്ത് കഴിഞ്ഞതുകൊണ്ട് ഇനി അത് വരയ്ക്കേണ്ട ആവശ്യമില്ല. 2 റൂളുകൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് ചെയ്യേണ്ടത് റൂൾ നമ്പർ 3 ആണ്. റൂൾ നമ്പർ 3 എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, ബോട്ടം ബേസിലെ പോയിന്റും കറസ്പോണ്ടിങ് ടോപ്പ് ബേസിലെ പോയിന്റുകളും തമ്മിൽ കൂട്ടി വരയ്ക്കുക സ്ട്രെയിറ്റ് ലൈൻ ഉപയോഗിച്ച്. അങ്ങനെ നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, നിങ്ങൾ വരയ്ക്കുന്ന ലൈൻ വിസിബിൾ ലൈൻ ആണോ ഹിഡൻ ലൈൻ ആണോ എന്ന് ശ്രദ്ധിക്കണം. വിസിബിൾ ലൈൻ എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക, ഹിഡൻ ലൈൻ എന്ന് പറഞ്ഞാൽ ഡോട്ടഡ് ലൈൻ ആയിരിക്കണം. സോ വിസിബിൾ ലൈൻ ആണോ ഹിഡൻ ലൈൻ ആണോ എന്ന് മനസ്സിലാക്കാനുള്ള വഴി എന്ന് പറയുന്നത്, നിങ്ങൾ വരയ്ക്കാൻ പിയിൽ നിന്ന് ഞാൻ എയിലേക്ക് വരയ്ക്കുമ്പോൾ ആ വരയ്ക്കുന്ന ലൈൻ ഒരു ഹിഡൻ എഡ്ജിനെ ക്രോസ് ചെയ്താണ് വരച്ചത്. ഈ പെന്റഗണൽ പ്രിസത്തിന്റെ തന്നെ ഒരു ഹിഡൻ എഡ്ജിനെ ക്രോസ് ചെയ്താണ് വരയ്ക്കുന്നതെങ്കിൽ ഞാൻ വരയ്ക്കുന്ന ലൈൻ ഒരു വിസിബിൾ ലൈനായി മാറും. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കുക, 6ൽ നിന്ന് ഞാൻ സിയിലേക്ക് വരയ്ക്കേണ്ടതായിട്ടുള്ള ലൈനെ വരയ്ക്കുമ്പോൾ ഓൾറെഡി E എന്ന് പറയുന്ന വിസിബിൾ എഡ്ജ്, പെന്റഗണിന്റെ തന്നെ AE എന്ന വിസിബിൾ എഡ്ജിനെ ക്രോസ് ചെയ്താണ് ഞാൻ ആ ലൈൻ വരയ്ക്കുന്നതെങ്കിൽ ആ വരയ്ക്കുന്ന ലൈനെ ഞാൻ എന്തായിട്ട് വരയ്ക്കണം, ഹിഡൻ എഡ്ജ് ആയിട്ട് വരയ്ക്കണം. ഇതേ റൂൾ അപ്ലൈ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് P to A വരയ്ക്കാം. Q to B റൂൾ നമ്പർ 1 ചെയ്തപ്പോൾ കഴിഞ്ഞതാണ്. R to C വരയ്ക്കാം. S to D റൂൾ നമ്പർ 1 ചെയ്തപ്പോൾ കഴിഞ്ഞതാണ്. T to E യും വരയ്ക്കാം. T to E വരയ്ക്കുമ്പോൾ ഓൾറെഡി നമുക്കറിയാം RS എന്ന് പറയുന്ന ഹിഡൻ എഡ്ജിനെ ക്രോസ് ചെയ്താണ് വരച്ചത്. സോ T to E വിസിബിൾ ആയിട്ട് വരയ്ക്കുക. സോ ഇത്രയും നിങ്ങൾ വരച്ചു കഴിയുമ്പോൾ HB പെൻസിൽ ഉപയോഗിച്ച് വരച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് പെന്റഗണൽ പ്രിസത്തിന്റെ ഐസോമെട്രിക് വ്യൂ കിട്ടിയിട്ടുണ്ടാവും. ഇവിടെ പെന്റഗണൽ പ്രിസത്തിന്റെ ഐസോമെട്രിക് വ്യൂ ഡാർക്ക് പെൻസിൽ ഉപയോഗിച്ച് HB പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കാൻ ശ്രമിക്കുക. ബോക്സിന്റെ ഐസോമെട്രിക് വ്യൂ ലൈറ്റ് പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കാൻ ശ്രമിക്കുക. അപ്പോൾ തന്നെ നമുക്ക് ഈ ഫിഗറിലേക്ക് നോക്കിയാൽ തന്നെ നമുക്ക് പെന്റഗണിന്റെ ഐസോമെട്രി എടുത്തു കാണിക്കുന്നു. ഓക്കെ, അപ്പോൾ 4 സ്റ്റെപ്പുകൾ ഉപയോഗിച്ച് എങ്ങനെയാണ് പെന്റഗണൽ പ്രിസത്തിന്റെ ഐസോമെട്രിക് വ്യൂ ഇവിടെ വരച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബേസിലിരിക്കുന്ന പെന്റഗണൽ പ്രിസത്തിന്റെ ഐസോമെട്രിക് വ്യൂ വരച്ചതുപോലെ ഇനി ഈ ഗിവൺ പെന്റഗണൽ പ്രിസം അതിന്റെ ഫേസിലാണ് ഇരുന്നതെങ്കിൽ എന്താണ് ഐസോമെട്രിക് വ്യൂവിൽ വരാൻ പോകുന്ന ചേഞ്ച് എന്നുള്ളത് നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഓക്കെ, താങ്ക് യു.